ഈ കാര്യങ്ങൾ 100 പറഞ്ഞാലും 200 വലുത് എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു അധികാര കേന്ദ്രം തന്നെയാണ് നിസ്സംശയം ഇന്ന് അമേരിക്ക, ഇന്നത്തെ യാഥാർത്ഥ്യത്തിൽ. അങ്ങനെയുള്ള അമേരിക്കയുടെ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരണമെന്ന് എവിടെയോ ഇരുന്ന് ഈ കൊച്ചു കേരളത്തിലിരുന്ന് പോലും നാം പോലും ആഗ്രഹിക്കാറുണ്ട്. ഇതൊന്നും അമേരിക്കക്കാർക്കില്ലേ എന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ അതിലേക്ക് നയിക്കപ്പെട്ടത് എന്തൊക്കെയാകും? അത് ഇപ്പൊ ട്രംപ് ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മനസ്സിലേക്ക് വരുന്നത് അത് വലിയൊരു കാരണമായിരിക്കാം ഒരു വുമൺ പ്രസിഡന്റിനോട് ഇവിടുത്തെ വൈറ്റ് സൂപ്രമസിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ വലിയൊരു കാരണമായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലുള്ള അതായത് ഒരു ആഫ്രിക്കൻ വംശജൻ, ഒരു പക്ഷേ കറുത്തവൻ എന്ന പദം ഉപയോഗിക്കേണ്ട, അതുകൊണ്ട് ഒരു ആഫ്രിക്കൻ വംശജ സ്വഭാവം ശരീരത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ ഒബാമയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഒബാമ മത്സരിക്കുന്ന സമയത്ത് ഒരിക്കലും അമേരിക്കയുടെ യാഥാസ്ഥിക മനസ്സ് ഒബാമയെ സപ്പോർട്ട് ചെയ്തില്ല, ഒരു ലോബിയും സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെയാണ്. പക്ഷെ മാറി മറിഞ്ഞു, ഒബാമ നിരവധി തവണ ആവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത്തരം യാഥാസ്ഥിക മനസ്സുകൾക്കെതിരെ എന്തുകൊണ്ട് ചലിച്ചില്ല? അവിടെ സ്ത്രീ എന്നതല്ല, ഹിലരിയുടെ പ്രവൃത്തികൾ തന്നെയാണ് ആയിരിക്കാം. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം. അതില് പക്ഷേ ശ്രീ മോഹമ്മ, അതായത് ഈ ക്യാമ്പയിന്റെ ഘട്ടത്തിലൊക്കെ നമ്മുടെ ഇന്ത്യൻ സമൂഹം, അവിടെയുള്ള ഇന്ത്യൻ സമൂഹമൊക്കെ ആരുടെ കൂടെയായിരുന്നു? ഹിലരിയുടെ ഒപ്പമായിരുന്നു എന്നാണ് പൊതുവെ നാം പറഞ്ഞു കേൾക്കുന്നത്. ഹിലരിയുടെ ഒപ്പമായിരുന്നു. അതിന്റെ കാരണം എന്ത്? പൊതുവെ ഇവിടെ അമേരിക്കൻ സമൂഹം ഡെമോക്രാറ്റിക്സ് ആണ്, എല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൂടെയാണ്. പണ്ട് എനിക്ക് അതിന് ഉദാഹരണം പറയാം. എനിക്ക് തോന്നുന്നത് 1995 അതായത് 92 ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയി ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് ഹില്ലരി ക്ലിന്റനും ഹസ്ബൻഡ് ബിൽ ക്ലിന്റനും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ് അവർക്ക് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പിന്തുടർന്ന് തന്നെയാണ് പിന്നീട് ബറാക് ഒബാമയും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും എല്ലാം ഇവിടുത്തെ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയോട് വളരെ അടുപ്പം പുലർത്തുകയും ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒട്ടനവധി പേർ അധികാര കേന്ദ്രങ്ങളിൽ ജോലിയും ലഭിച്ചിരുന്നു. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് ഒട്ടുമിക്ക ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെയുള്ള ഡിസ്ട്രിക്റ്റില്, കൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റില് നിന്ന് ജയിച്ചത് ഇന്ത്യക്കാരനാണ്, രാജ. അദ്ദേഹം ഡെമോക്രാറ്റിക് ആണോ? ഡെമോക്രാറ്റിക് പാർട്ടി, ഡെമോക്രാറ്റിക്. ശിവമോഹമ്മ എന്റെ സുഹൃത്താണ്. ശിവൻ അറിഞ്ഞുവല്ലെന്ന് എനിക്കറിയത്തില്ല. ബോംബെയിലും അഹമ്മദാബാദിലും 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ ട്രംപ് ജയിക്കണമെന്നും പറഞ്ഞ് പൂജയും ഹോമങ്ങളും നടന്നു. അറിയാവോ ശിവൻ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഹിലരിക്ക് അനുകൂലമായി തേങ്ങ ഉടച്ചു ശ്രീലങ്കയിൽ ഗുരുവായൂരൊടിച്ചു. ഇനി ഞാൻ വേറൊരു യാഥാർത്ഥ്യം പറയാം. ഈ ഹിലരി ക്ലിന്റന് എതിരാകാനുള്ള പല ഘടകങ്ങളിൽ ഒന്ന് അവരുടെ ആരോഗ്യമാണ്. അവർക്ക് 70 വയസ്സ് പ്രായമായി. അവർക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് സ്ട്രോക്ക് ഉണ്ടായി. അമേരിക്കൻ ജനത എപ്പോഴും ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു ജനതയാണ്. അമേരിക്കയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ അവർ ആദ്യം ചോദിക്കുന്നത് ഹൈ ഡൂയിങ് എന്നാ. ഹൈ ഡൂയിങ് നമുക്ക് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഏതോ വിചിത്ര ഭാഷയെന്ന് വിചാരിച്ചേ. പക്ഷെ അതിന്റെ അർത്ഥം അവരങ്ങനെ പറയുന്നേ. അമേരിക്ക പ്രസിഡന്റ് ആയാലും അങ്ങനെ സംഭവനേയുള്ളൂ. അതിന്റെ അർത്ഥം മറച്ചുവെച്ചു. ഹിലരി ക്ലിന്റന് സ്ട്രോക്ക് വന്ന വിവരം ഹിലരി ക്ലിന്റൺ മറച്ചുവെച്ചു എന്നുള്ളതും ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. പക്ഷെ ഇതെല്ലാം ഹില്ലരി എന്ന് പറയുന്ന, ഇപ്പൊ ഇന്നലെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ട്രംപ് എന്നുള്ള വ്യക്തി അല്ലായിരുന്നെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് ആകുമായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ നമ്മൾ തിരിച്ചു പറയുകയാണ്. ഹില്ലരി ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു? എനിക്ക് തോന്നുന്നില്ല ആയിരുന്നു എന്നുള്ളത്. ഹില്ലരിയും അല്ലായിരുന്നു, ട്രംപും അല്ലായിരുന്നു. ബേണി ആയിരുന്നു എങ്കിൽ എങ്ങനെയാണ് കാണേണ്ടത്? ബേണിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെജി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എടുക്കാം. അദ്ദേഹത്തിന് 76 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. അത് എത്രമാത്രം, പക്ഷെ അദ്ദേഹം ഇപ്പൊ നേരത്തെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അദ്ദേഹത്തിന്റെ ആശയപരമായ ഊർജം
ആശയപരമായ കാര്യങ്ങള് വളരെ അമേരിക്കൻ ജനതയ്ക്ക് ഉതകുന്നതും ലോക സമാധാനത്തിന് പറ്റിയ രീതിയിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ബെർണി സാൻഡേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ കവിരാജിന്റെ ഡെമോക്രസി എന്ന വാദം ദുർബലമാവുകയാണ്. ഏറ്റവും നല്ല ഇന്റലക്ച്വൽ ക്യാമ്പയിൻസിലൊന്ന് ബേർണി സാൻഡേഴ്സ് ആണ്. പക്ഷെ ഇപ്പം പറയുന്ന ഇനി ഇന്ത്യക്കാരുടെ ഒരു കോണ്ടെക്സ്റ്റ് സംസാരിച്ചാൽ റിപ്പബ്ലിക്കൻ ഹിന്ദു കോalition, സലബ് കുമാർ അവരൊക്കെ വളരെ ശക്തമായിട്ട് ഇപ്പം എന്റെ ധാരണ ശരിയാണെങ്കിൽ $1-2 മില്യൺ വരെ ഇവർ അവരുടെ കയ്യിൽ നിന്ന് ക്യാമ്പയിന് വേണ്ടി മുടക്കി. ഈ ദീപാവലി എടുത്തപ്പോ, നമ്മുടെ ദീപാവലി എടുത്തപ്പോ 2 അമ്പലങ്ങളിൽ ട്രംപിന്റെ മകനും മകളും ഒക്കെ പോയി ആഘോഷിക്കുകയും അവിടുത്തെ ആക്റ്റീവ് ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി എങ്ങനെങ്കിലും മൂവ് ചെയ്യണം. കാര്യം അവിടെ നമ്മൾ മൈനോറിറ്റി ആയിട്ട് നമ്മളാണ് വോട്ട് ബാങ്ക്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് കാര്യമായി വന്ന് അങ്ങനെയുള്ള ഒരു ടാക്ടിക്സ് ഒക്കെ അവർ ചെയ്തു. അതൊക്കെ ചെയ്യേണ്ട. പക്ഷേ രാഹുൽ ഏറ്റവും വലിയ വൈചിത്രം എന്ന് പറയട്ടെ, തന്റെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മത്സരിച്ചപ്പോൾ ടെക്സസിൽ വെച്ച് പത്രക്കാരോട് അയാൾ പറഞ്ഞു, ഐ ഡോണ്ട് നോ അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു. എനിക്ക് ഇന്ത്യയെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. ആ മനുഷ്യനാണ്. ഞാൻ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ആളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തന്നെ. കാരണം അദ്ദേഹം അഡ്രസ് ചെയ്ത് അവിടുത്തെ ജനങ്ങളെയാണ്, സാധാരണക്കാരനെയാണ്. ഇവിടെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആ മനുഷ്യൻ നടത്തിയിട്ടില്ല. ആ മനുഷ്യൻ അവിടുത്തെ സാധാരണക്കാരന്റെ ഭീതിയെയും ഞാനൊരു അമേരിക്കക്കാരൻ എന്നുള്ള അവരുടെ ആ മനോഭാവത്തിനെയും കൃത്യമായിട്ട് അദ്ദേഹം മാർക്കറ്റ് ചെയ്തു. ട്രംപിന്റെ പുടിൻ ബന്ധമാണോ? ശ്രീ പി വി തോമസ്, അതായത് ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ അമേരിക്കൻ രാഷ്ട്രീയം എന്നത് വളരെ ചടുലമായ ഒരു ആരോഗ്യമുള്ള ആൾ ഞങ്ങളുടെ ലീഡർഷിപ്പിൽ ഇങ്ങനെ നിൽക്കണം, ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും ധൈര്യം പകരുന്നതായിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നവ ഉദാരീകരണം എന്ന വലിയ ആശയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘർഷം, വൈരുദ്ധ്യം, ഇതൊന്നും അവർ കാണുന്നില്ലത്രേ. ശ്രീ പി വി തോമസ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? അതായത് മുഴുവൻ കാര്യങ്ങളിലും ഒരു പൈങ്കിളി സ്വഭാവമാണ് അമേരിക്കൻ ജനത വെച്ച് പുലർത്തുന്നതെന്നാണ്. അവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വരെയും വളരെ ചടുലതയുള്ള ഒരു ആരോഗ്യമുള്ള ആൾ നിൽക്കണം എന്നൊക്കെയാണ്. സ്ട്രോക്ക് വന്ന ഹിലരിയെ അതുകൊണ്ടാണ് അവർ തഴയുന്നത്. ഇത്തരത്തിൽ വിശ്വാസ്യത മാത്രമല്ല, അവർക്ക് എല്ലാ രീതിയിലും ഒരു ഐക്കൺ ആവശ്യമാണ്, ധൈര്യം പകരുന്ന. അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ വലിയ ആശയപരമായ സമരങ്ങളോ അല്ലെങ്കിൽ അതൊന്നും അമേരിക്കൻ അതായത് ഇപ്പോൾ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള പ്രസിഡന്റാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 70 വയസ്സുള്ള ട്രംപാണ്. നമുക്ക് മനസ്സിലാക്കണം. ശരിയാണ്, അമേരിക്കയിലെ ആൾക്കാർക്ക് ഒരു ഗ്ലാമർ ഉണ്ടായിരിക്കും പ്രസിഡന്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, കുടുംബ ബന്ധം, ഫാമിലി എന്നുള്ള കൺസെപ്റ്റ്, ഇതൊക്കെ അവർ നോക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാവുന്നതാണ്. അതായിരുന്നു കെനഡി തൊട്ട് നമുക്കറിയാം, ജോൺ കെനഡി തൊട്ടൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ചെപ്പാക്കുതിക്കിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോഴാണ് എഡ്വേർഡ് കെനഡിയുടെ രാഷ്ട്രീയം തന്നെ അസ്തമിച്ചു പോയത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഗ്ലാമറും അതുപോലെ തന്നെ ചടുലതയെല്ലാം അവർ നോക്കുന്നയാളാണ്. എങ്കിൽ പോലും 70 വയസ്സുള്ള ട്രംപിനെയാണ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. ഒരു സ്ട്രോക്ക് വന്നുള്ള കാര്യം ശരി തന്നെയാണ് തീർച്ചയായിട്ടും ഹിലാരിക്ക്. പക്ഷേ ഹിലാരി അതുപോലെ തന്നെ ആക്റ്റീവും തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ താങ്കൾ ചോദിച്ചപോലെ പൈങ്കിളി സ്വഭാവം എന്ന് പറയുന്നതിനോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ അതെ, അത് ശരിയാണ്. ഡമ്മിയെ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ഡമ്മിയെ വെച്ചു. ശ്രീ ശിവൻ മോമ, ട്രംപിനെയും ഹിലരിയെയും കമ്പയർ ചെയ്യുമ്പോൾ പി വി തോമസ് സാറിന് കൂടുതൽ സൗന്ദര്യം ഹിലരിയോടാണ് തോന്നുന്നത്. പക്ഷെ അമേരിക്കക്കാർക്ക് അങ്ങനെ തോന്നിയില്ലേ? അത് സൗന്ദര്യത്തിന്റെ കാര്യമല്ല. ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ട്രംപ് ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണെന്നോ ഏത് വ്യക്തിത്വത്തിന്റെയോ അത് ആശയത്തിന്റെയോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അത് നല്ല കാര്യം തന്നെയാണ്, എന്തുമാകട്ടെ. പക്ഷേ ഈ കാര്യം നോക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നിയില്ല. കാരണം ട്രംപിനോടായിരുന്നു തോന്നി. കാരണം ട്രംപ് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള വളരെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രകൃതിക്കാരനായിരുന്നു. അത് അദ്ദേഹത്തിന് വിൽക്കുവാൻ സാധിച്ചു. അതായിരുന്നു അമേരിക്കക്കാർക്ക് വേണ്ടിയിരുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ നെഗറ്റീവ് ആണെന്ന് തോന്നും, ആന്റി മുസ്ലിം അല്ലെങ്കിൽ ആന്റി റേഷ്യൽ കാര്യങ്ങളെല്ലാം. പക്ഷെ അവിടെ ഒരു പോസിറ്റീവായിരുന്നു. അവിടെ അവർക്കായിരുന്നു വേണ്ടിയിരുന്നത്. അതാണ് വിജയിച്ചത്. ആ വിജയം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവിടെ പോസിറ്റീവായിരുന്നു. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് വലിയൊരു വോട്ട് ബാങ്ക് ഈ ഇവാഞ്ചലിക്കൽസ് ആണ്. അവിടത്തെ ഈ കപടമതേതൃത്വം, അവിടത്തെ ഈ സ്യൂഡോ സെക്കുലറിസം കാരണം ട്രംപ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്മസ് വന്നാൽ ഇപ്പൊ ആരും ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാറില്ല, ഹാപ്പി ഹോളിഡേയ്സ് പറയാറുള്ളൂ. കാര്യം അവിടത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹാപ്പി ക്രിസ്മസ് എങ്കിലും പറയാൻ പറ്റും എന്ന്
അപ്പൊ ഈ അതൊരു ബാലൻസ് മെസ്സേജിംഗ് ആണ്, കൃത്യമായ ഒരു മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. താങ്ക്സ് ഗിവിംഗ് ഡേയെ കുറിച്ച് ആ മനുഷ്യൻ കമന്റ് പറഞ്ഞു, അവരുടെ ഒരു വികാരമാണ് ഡേ എന്ന് പറയുന്നത്. അടുത്ത ദിവസം വരാൻ പോവാ. അത്രയ്ക്കും അമേരിക്കൻ മലയാളിയുടെ മനസ്സിനെ സ്വാധീനിച്ച വ്യക്തിയാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിലോസഫിക്കലായിട്ടൊരു അപ്രോച്ച് ഇല്ല, തിയോളജിക്കലായിട്ടോ ഐഡിയോളജിക്കലായിട്ടോ ഒരു അപ്രോച്ച് അദ്ദേഹത്തിനില്ല. സാധാരണക്കാരന്റെ ഭാഷ സംസാരിക്കും. ഇപ്പോഴാണ് ഷിജു ഖാൻ ഒരു സമാധാനമായെന്ന് തോന്നുന്നു. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ഒരുപക്ഷെ ശ്രീ ഷിജു ഖാൻ, അതായത് റഷ്യൻ ബന്ധം ഒരുപക്ഷെ പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു സ്വഭാവവും ഇന്ന് റഷ്യക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ റഷ്യൻ ബന്ധം ഒരുപക്ഷെ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തതാണ് ട്രംപിന്റെ കാലഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ ഈ പിന്നെ മഹത്തായിട്ടുള്ള ഒക്ടോബർ വിപ്ലവത്തിന്റെ അതുപോലെ പിന്നെ നമ്മൾ 100ാം വാർഷികം ആചരിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു മഹത്തായ സങ്കല്പം, ആ ഒരു രാഷ്ട്രം തകർന്ന് പോയി. അന്ന് ഒരുപാട് ആഘോഷിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന് വിഭജിക്കപ്പെട്ട പല രാജ്യങ്ങളിലും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലെ പല പല രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും, അതുപോലെ തന്നെ പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ പോലും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഈ സിറിയ പോലുള്ള രാജ്യങ്ങളിൽ റഷ്യ അതുപോലെ തന്നെ US ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ യുദ്ധം അതൊരു 3ാം ലോക യുദ്ധത്തിലേക്ക് നയിക്കും എന്ന് ട്രംപ് പറയുകയുണ്ടായി. സോ അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും പിന്നെ പ്രായത്തെക്കുറിച്ച്, മറ്റ് സൗന്ദര്യ കാര്യങ്ങളെക്കുറിച്ച്, മറ്റ് വേറൊന്നും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന വിഹിതം അത് വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും പിന്നീട് അയക്കുന്ന സൈനികരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുൻ സൈനികരുമായിട്ടുള്ളവർ ഒരു ദിവസം 20 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. തീർച്ചയായും ഇത്തരത്തിൽ യുദ്ധോത്സുകമായിട്ടുള്ള ഒരു അന്തരീക്ഷം, പിന്നെ ഭീതിയുടെ ഒരു അന്തരീക്ഷം, ഇതെല്ലാം നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പിന്നെ സാമ്പത്തിക സമത്വം അത് ചർച്ചയാണ്. കാരണം എന്താ വെച്ചാൽ അത് ഹിലാരിക്ക് അനുകൂലമായിട്ടോ ട്രംപിന് അനുകൂലമായിട്ടോ വന്ന അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ട്രേഡ് യൂണിയനുകൾ, അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികൾ, അവർക്കെതിരായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെതിരെ പിന്നീട് ട്രംപ് ശബ്ദിക്കുകയുണ്ടായി. അതിനകത്ത് ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത്തരം സ്വതന്ത്ര വ്യാപാര കരാർ TPP ഉൾപ്പെടെയുള്ളവയുടെ വക്താവായി ഹിലാരി പ്രത്യക്ഷപ്പെട്ടിരുന്നു, അതിന്റെ വക്താവായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ മറ്റെല്ലാ തരത്തിലുമുള്ള സ്വാധീനതയ്ക്കപ്പുറം സാമ്പത്തികമായ അവരനുഭവിക്കുന്ന പ്രയാസം ഗൗരവത്തിൽ ജനം ഏറ്റെടുത്തിട്ടുണ്ടാവും. ഇനി വേറൊരു കാര്യം, ഇപ്പൊ അമേരിക്കൻ സ്കൂൾ എഡ്യൂക്കേഷന്റെ തകർച്ച അത് ജനങ്ങൾക്കിടയിൽ, അവിടുത്തെ പൗരസമൂഹത്തിനിടയിൽ ചർച്ചയാണ്. ഹയർ എഡ്യൂക്കേഷന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന്റെ പിന്നെ ചെലവ് വർദ്ധിക്കുന്നു. ഇത്തരത്തിലുള്ള ഇതെല്ലാം സാധാരണപ്പെട്ട ആളുകൾക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ വളർത്തിയിട്ടുണ്ട്. തീർച്ചയായും അതിനെ ഒരു കപട സങ്കുചിത ദേശീയതയുമായി ചേർത്ത് വെച്ചുകൊണ്ട് തനിക്ക് അനുകൂലമാക്കാൻ പിന്നെ ട്രംപ്. ശ്രീ ഓബ്ദുള്ള നമ്മോടൊപ്പമുണ്ട്. ശ്രീ ഓബ്ദുള്ള, അതായത് അമേരിക്കയ്ക്ക് ഒരു തനതായ സ്വഭാവമുണ്ട്, ഒരു തനതായ വിദേശ നയമുണ്ട്. ആരൊക്കെ വന്നാലും മാറിയാലും മറിഞ്ഞാലും ശരി. പക്ഷേ ക്ലിന്റന്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലേക്ക് പല വിമാനങ്ങളും എത്തിയെങ്കിലും തിരിച്ചുപോയി. ബുഷിന്റെ കാലഘട്ടത്തിലാണ് ഒരു ക്രൂരമായ അധിനിവേശം ഇറാഖ് അടക്കം നാം കണ്ടത്. ബുഷ് സീനിയറുടെ കാലത്തായാലും ജൂനിയറുടെ കാലത്തായാലും ഇത്തരത്തിൽ അവിടെ എത്തുന്ന ഭരണാധികാരികളുടെ സ്വഭാവം അമേരിക്കൻ നയത്തെ സ്വാധീനിക്കാം എന്നുകൂടി വിലയിരുത്താം. അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ ഈ അവരോധം ഏത് തരത്തിലാകും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഓയിൽ പൊളിറ്റിക്സ് വഴി നമ്മളെ അത് വലുതായിട്ട് സ്വാധീനിക്കാം? ഇത്തരം കാര്യങ്ങളെ നമ്മുടെ വിശകലന വിദഗ്ധന്മാർ എത്ര ലാഘവത്തോടു കൂടിയാണ് സമീപിക്കുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോ ഇത് വരെ കഴിഞ്ഞ 1 മണിക്കൂർ നീണ്ട ചർച്ച ഞാൻ വളരെ ശ്രദ്ധാപൂർവം നോക്കുകയുണ്ടായി. അതനുസരിച്ച് രാഹുൽ ഈശ്വറാണ് യഥാർത്ഥത്തിൽ വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചാണ്. അദ്ദേഹം വളരെ മനോഹരമായി ചില പദപ്രയോഗങ്ങളിലൂടെ ആ കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ വലതുപക്ഷത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് നരേന്ദ്രമോദിയും ഇസ്രായേലിലെ നെതന്യാഹുവും അമേരിക്കയിലെ ഇപ്പോൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായ ട്രംപും ഇത് വലിയൊരു സംഭവമാണ്. രാഹുൽ ഈശ്വർ വളരെ സംക്ഷിപ്തമായിക്കൊണ്ട് എന്നാൽ വളരെ നല്ല രീതിയിൽ അക്കാര്യം പറയുമ്പോൾ അതൊന്നും പറയാതെ ഇവരൊക്കെ ആരാണ്, എന്താണ്, അവരുടെ നികുതിയുടെ ഘടന അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ളതായ കാരണം ഇതാണ്, അല്ലെങ്കിൽ റൊണാൾഡ് ട്രംപിന് പെൺകുട്ടികളോട് താല്പര്യമാണ്, ഇതൊക്കെ കേട്ടാൽ നമ്മുടെ ദാനാര് പണ്ട് പറഞ്ഞതായ വാചക ഓർമ്മയാവുക. അമേരിക്കയില് പിന്നെ ചായ കുടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അക്കാര്യത്തില് എല്ലാവരുടെയും സമീപനം. അത് അവിടുത്തെ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ പിന്നെ സാംസ്കാരികതയുടെ അതപ്പതിനൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. പണ്ട് ഇവിടെ ഈ നമ്മള് സദാചാര പോലീസിനെ പറ്റി പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ വാദിയാണ്, ഞാൻ സദാചാര പോലീസിന്റെ DGP ആണ്.
കാരണം അത്തരം കാര്യങ്ങളൊക്കെ മൊറാലിറ്റി വേണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാനുള്ളത് എന്താണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അമേരിക്കയെ മാതൃകയാക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല. അതുപോലെ തന്നെ ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് 3 ഭാര്യമാരെ ഒന്നിച്ച് സ്നേഹിക്കാൻ കഴിയുന്നു, കൊണ്ടു നടക്കാൻ കഴിയുന്നു. എനിക്ക് അതിനോട് താല്പര്യമാണ്. കാരണം ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള ബഹുഭാര്യത്വം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്ന് ഇവിടുത്തെ മഹിളാ അസോസിയേഷനിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയിൽ നമ്മുടെ പുതിയ പ്രസിഡന്റ് ആകുന്ന ആള് ഞാൻ 3 ഭാര്യമാരെ വളരെ മനോഹരമായി സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നു, അവർക്കൊരു പരാതിയുമില്ല. അതോടൊപ്പം തന്നെ പല പരസ്ത്രീ ബന്ധമുണ്ടായിട്ടും അവർക്ക് അതിൽ യാതൊരു പ്രതിഷേധവുമില്ല. എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ലോകത്ത് നടക്കാൻ പോകുന്നത്? രാഹുൽ ഈശ്വർ കൃത്യമായി പറഞ്ഞല്ലോ, ഈ വലതുപക്ഷം ഒരർത്ഥത്തില് ഇന്ത്യയിലെ അദ്ദേഹം പറയുകയുണ്ട്, ഇന്ത്യയിലെ ഹിന്ദുത്വം, ഇസ്രയേലിലെ സയനിസം, അതുപോലെ തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ഇനി സജീവമാകാൻ പോകുന്ന ആ വെസ്പി എന്ന് പറയുന്നതായ വൈറ്റ് അമേരിക്കൻ ആംഗ്ലിക്കൻ സാക്സൺ പ്രൊട്ടസ്റ്റന്റ്സ്, ഈ ഇത് എന്തുമാത്രം വലിയ ഭീകരതയാണ്, അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ശ്രീനിവാസനെ പോലുള്ളതായ നമ്മൾ വളരെയധികം ആദരിക്കുന്ന വ്യക്തികളൊക്കെ ചെറിയ ചില വാചകങ്ങളിലൂടെ അങ്ങ് പറഞ്ഞു പോവാണ്. മുസ്ലിങ്ങൾക്കെതിരെ അങ്ങനെ പറഞ്ഞിരുന്നു, അതൊക്കെ മാറി. എന്ത് മാറി? എന്താ തെളിവ്? നമ്മുടെ നരേന്ദ്രമോദി ഒരുപാട് മാറിയിരിക്കുന്നത്. അദ്ദേഹം അന്ന് ഒരു വലിയ കലാപത്തിലൂടെ അതിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇവരുടെ വലതുപക്ഷ തീവ്രതയുടെ ഏറ്റവും സമുന്നതനായ നേതാവായി വന്നത്. പിന്നീട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കലാപം നടത്തൂ എന്നൊന്നും വിളിച്ചു പറയുന്നില്ലെങ്കിലും 8 സിമി പ്രവർത്തകന്മാരെ കോൾഡ് ബ്ലഡിൽ അവളെ ആ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല. അതൊക്കെ തന്നെയാണ് വലിയ സൂചനകള്. ഒരു മുഹമ്മദ് അഖ്ലാഖിനെ 1 കിലോ മാംസം 1/2 കിലോ ഫ്രിഡ്ജിൽ കണ്ടു എന്നല്ല, അതാണെങ്കിൽ ആ മാംസമല്ല. ഇതൊക്കെ ചെറിയ സംഭവങ്ങളാണെങ്കിൽ സൂചനകൾ എത്ര വലുതാ? അതാണ് ശ്രീ അബ്ദുള്ള അതാണ് ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഉള്ള ഒരുപക്ഷെ ഹിലരി തന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരാളുടെ കയ്യിലാണോ ആറ്റം ബോംബുകളുടെ നിയന്ത്രണമുള്ള പെട്ടി കൈമാറുക എന്ന്. ഒരുപക്ഷെ ഇത്തരത്തിൽ വിളറി പിടിച്ചു എന്ന് ക്യാമ്പയിന്റെ ഘട്ടത്തിൽ കണ്ട ട്രംപ് ഒരുപക്ഷെ ആ സിസ്റ്റം മാറ്റിയെടുക്കുമോ, അല്ലെങ്കിൽ മാറ്റിയാൽ തന്നെ അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് പരിമിതിയുണ്ടോ? നരേന്ദ്രമോദി സിസ്റ്റം മാറ്റിയോ? അദ്ദേഹം അതിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന് അത് വലിയ പിന്തുണയല്ലേ. ഇവിടുത്തെ പത്രങ്ങൾ മത്സരിക്കല്ലേ. നമ്മൾ പറയുമ്പോ NDTVയുടെ NDTV ഓഫാക്കാൻ വേണ്ടി 24 മണിക്കൂർ 9-ാം തീയതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ് ടൈം, ഇതില് NDTV പാടില്ല എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് അതിനെപ്പറ്റി നടന്ന ചർച്ചയിൽ നമ്മളൊക്കെ പറഞ്ഞ വാചകം എന്താ, അടിയന്തരാവസ്ഥ സമാനമായ. ഞാൻ അന്ന് വേറെ ചാനൽ പറയുകയുണ്ടായി, സമാനമല്ല. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് നിന്നത് ഒരു കൈപ്പിഴയാണ്. അവർക്ക് കോൺഗ്രസിന് പിന്തുണ ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ ഒരു പത്രത്തിന് പിന്തുണ ഉണ്ടായിരുന്നില്ല. അതല്ലല്ലോ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടേത്. അദ്ദേഹത്തിന് ഇവിടുത്തെ വലിയ ഇന്ത്യയുടെ സാംസ്കാരിക, ഇന്ത്യയുടെ പശ്ചാത്തല ശക്തികളുടെയും ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എന്തിനും തയ്യാറായി നിൽക്കുന്നതായ പശുമാംസം എന്ന് പറയുമ്പോഴേക്ക് കയറിത്തല്ലാൻ കഴിയുന്നതായ ഒരു വിഭാഗം, അതിന് വളരെ രണോത്സവരായ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദിയുടെ അതാണ് ശ്രീ ഓബ്ദുള്ള താങ്കൾ വേണം ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക തന്നെ ചെയ്യണം. അമേരിക്കയിൽ ജീവിച്ച ആളെന്നുള്ള നിലയിൽ ശ്രീ റെജി ലൂക്കോസ്, അതായത് ഒരുപക്ഷെ ആഭ്യന്തരമായി അമേരിക്കൻ ജനതയെ ഇതൊക്കെ സ്വാധീനിച്ചില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പൈങ്കിളി സ്വഭാവം തെരഞ്ഞെടുപ്പിലൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലൊരു വലിയ ആശങ്ക, നിരവധി അഭയാർത്ഥികൾ, കുഞ്ഞുങ്ങൾ, കുട്ടികളായിട്ടുള്ളവരൊക്കെ അഭയാർത്ഥികളായി യൂറോപ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ ബാധ്യതയ്ക്ക് കാരണം ആരായിരുന്നു? ആ നയം സൃഷ്ടിച്ചതാരാണ്? ട്രില്യൺസ് ഓഫ് ഡോളർ ബാലൻസ് ഉണ്ടായിരുന്നു ക്ലിന്റൺ ബുഷിലേക്ക് കൈമാറുമ്പോൾ, അതൊക്കെ ഇല്ലാണ്ടായി. അങ്ങനെയാണെങ്കിൽ വലിയ ആശങ്ക ഗൾഫ് രാജ്യവും മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്, പ്രത്യേകിച്ച് പലസ്തീന്റെ കാര്യത്തിലുണ്ട്. ഈ ആശങ്കയൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണമെന്നാണ്. തീർച്ചയായിട്ടും. അതായത് ജോർജ് ബുഷ് എന്ന് പറയുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും ഹൃദയഭൂമിയായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കൊടുത്ത തീയാണ്. ഇന്ന് ആ രാജ്യം അനുഭവിക്കുന്ന അരിഷ്ടതാവസ്ഥയും മരണങ്ങളുടെ സംഖ്യകളും ജോർജ് ബുഷിന്റെ മാത്രം സംഭാവനയാണ്, അതൊരു സംശയമില്ല. നേരത്തെ ഷിജു ഖാൻ പറഞ്ഞൊരു കാര്യം ഞാനാണ് അടിവരയിട്ട് സമ്മതിക്കുന്നു. അതായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അമേരിക്കയ്ക്ക് സിറിയ, തുർക്കി, തുർക്കിയുടെ കിഴക്കൻ മേഖലകൾ, ഇറാഖ്, ലിബിയ പോലുള്ള രാജ്യങ്ങളുടെ നാശത്തിലേക്ക് വരാൻ ഒരിക്കലും അവർക്ക് അതിൽ കടക്കാനുള്ള അവസരം ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് തീർച്ചയായിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു അറിയപ്പെടുന്ന അമേരിക്കൻ വിരോധിയാണ്. എങ്കിലും ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹമായിട്ടുള്ള പേഴ്സണൽ ബന്ധം, ഇന്ത്യ, റഷ്യ, അമേരിക്ക ഒരു അച്ചുതണ്ട് രൂപപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ച തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പാലസ്തീൻ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ ഏകദേശം യോജിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ ട്രംപ് മനസ്സ് വെച്ചാൽ
തീർച്ചയായിട്ടും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ അറബ് രാജ്യങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷേ അതിന് സാധ്യതയുണ്ട്. ബുഷിൽ നിന്ന് വ്യത്യസ്തമായി വരയ്ക്കും. തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയമില്ല. ബുഷ് ആയിരിക്കുകയല്ല ഈ പറയുന്ന ട്രംപ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഗ്ലോബൽ പൊളിറ്റിക്സ് കാണാതിരുന്നിട്ട് കാര്യമില്ല. അതായത് സത്യസന്ധമായി ഈ വിഷയം നമ്മൾ കാണണം. ആഗോള തലത്തിൽ ഒരു റൈറ്റ് ആയിട്ടുള്ള റീസണബിൾ മോഡറേറ്റ് മുസ്ലിം ലീഡറിന്റെ അഭാവം നമുക്കുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനുണ്ട്. അത് ആവശ്യമാണ്. കാര്യം ലോകത്തിലെ പ്രധാന മതങ്ങളെയോ അല്ലെങ്കിൽ സിസ്റ്റങ്ങളെയോ പ്രതിദാനം ചെയ്യുന്നതിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു വലതിൽ നിന്ന് നരേന്ദ്രമോദി ഉണ്ട്, അമേരിക്കയിലെ ക്രിസ്ത്യൻ വലതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, നമ്മുടെ ഇസ്രായേലിൽ ഒരു ജൂത വലതുപക്ഷക്കാരനായ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട്. ഒരു ഗ്ലോബൽ മുസ്ലിം ലീഡർ നമുക്കൊന്നെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്ന്. കാര്യം ഇന്തോനേഷ്യയിൽ 95% മുസ്ലിങ്ങളാണ്, 23 കോടിയോളം മുസ്ലിങ്ങളുള്ള ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്. ഒന്നെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് ലോകം ബഹുമാനിക്കുന്ന ഒരു മുസ്ലിം ലീഡർ ഉണ്ടാവണം. ഇന്നുള്ള കാലിഫറ്റ് അല്ല. പക്ഷേ ഓർക്കണം, നമ്മളുടെ ഗാന്ധിജി ഖിലാഫത്തിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. നമ്മുടെ നാട്ടിൽ ടർക്കി സുൽത്താനെതിരെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ആക്രമിച്ചപ്പോൾ ഇന്ന് ഖിലാഫത്തിന് മറ്റൊരു രൂപമാണെങ്കിലും അന്നത്തെ ഖിലാഫത്തിനെ സപ്പോർട്ട് ചെയ്ത ഇന്നൊരു ISIS മാത്രമാണ്. അവർ പറയുന്ന ഖിലാഫത്ത് ശരിയല്ലാത്ത ഖിലാഫത്താണ്. പക്ഷേ ഒരു ഗ്ലോബൽ മുസ്ലിം ലീഡർ റേസ് ചെയ്യുകയും മിഡിൽ ഈസ്റ്റിന്റെ ചില താല്പര്യങ്ങളും ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഉമയ്ക്ക് വേണ്ടി ശക്തമായി ചില കാര്യങ്ങളിൽ നിൽക്കുകയും അതോടൊപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോടൊരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ വരണം. അത് പാകിസ്ഥാനിൽ നിന്ന് വരില്ല. കാര്യം പാകിസ്ഥാന്റെ ഇന്നത്തെ സിസ്റ്റം വെച്ച് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ആൾക്കാരുടെ ഷോവനിസവും ISIയും മറ്റും വെച്ച് വരില്ല. പകരം സൗദി അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യയിൽ നിന്നോ ഒരു ലോക മുസ്ലിം നേതാവിനെ ഈ മോദിയും അല്ലെങ്കിൽ പുടിനും നെതന്യാഹുവും നമ്മുടെ ട്രംപും വെയിറ്റ് ചെയ്യുന്ന ശ്രീ ഓബ്ദുള്ള, കേണൽ നാസറിന്റെയും സദ്ദാം ഹുസൈന്റെയും അടക്കമുള്ള പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചാണോ അമേരിക്ക നീങ്ങിയത് എന്നതിലേക്ക് പോലും ഈ ഇപ്പോൾ രാഹുൽ ഈശ്വർ ചൂണ്ടിയതിലേക്ക് പോകാം. ശ്രീ ഓബ്ദുള്ള, അങ്ങനെയുണ്ടോ? അറബ് അല്ലെങ്കിൽ ആ മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് നിന്ന് ഒരു നേതാവിന്റെ അഭാവം ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയ്ക്ക് ഇത്രയേറെ ചാടാൻ അനുവദിക്കപ്പെടില്ലായിരുന്നു അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അത് തെറ്റല്ലേ? സദ്ദാമിന്റെയും കേണൽ നാസറിന്റെയും അങ്ങനെ ഒരുപാട്, സലാഹുദ്ദീൻ അയ്യൂബി മുതൽ ഇങ്ങോട്ട് ഓരോ ലീഡർമാർ ഓരോ ഘട്ടത്തിൽ അറബ് നേഷൻസിനുണ്ടായിരുന്നല്ലോ. നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. നേരത്തെ രാഹുൽ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. പാകിസ്ഥാനെ മാറ്റി നിർത്തേണ്ടി വരും. തീർച്ചയായിട്ടും പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയിലേക്ക് ഈ ലഷ്കറുകളെ എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതര അറബ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ വ്യത്യസ്തമാകുന്നത് ഇതര രാജ്യങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക. പാകിസ്ഥാൻ ഒരു സ്വന്തം രാജ്യമാണ്. പക്ഷെ അത് ഒരു പ്രദേശത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. അതുകൊണ്ട് ഞാൻ പാകിസ്ഥാൻ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. നേരത്തെ നേതൃത്വം ഉണ്ടായിരുന്നു. അതായത് പിന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്നതായ തുർക്കി ഖലീഫ, അവസാനത്തെ തുർക്കി ഖലീഫ, അദ്ദേഹം ഒന്നാം തരം ഒരു നേതാവായിരുന്നു. പാൻ ഇസ്ലാമിസത്തിന്റെ പതാക ഏന്തിയതായ മുഹമ്മദ് അബ്ദുൾ റഷീദ് മുതലായ ജമാലുദ്ദീൻ അഫ്ഗാനി മുതലായ ആൾക്കാരുടെ നേതൃത്വത്തിൽ ഈ പാൻ ഇസ്ലാമിസം എന്ന് പറയുന്നതിന് ഒരു തെറ്റായ സങ്കല്പമായിട്ടാണ് കാണുന്നത്. രാഹുൽ ഈശ്വറിന്റെ എങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാണ്, സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ ഒരു മുന്നണി, അതാണ് അൽ ഉഖ്വത്തുൽ ഇസ്ലാമിയ എന്നാണ് പറയുക, ഇസ്ലാമിക ഐക്യം. അതാണ് യഥാർത്ഥത്തിൽ പാൻ ഇസ്ലാമിസം. പക്ഷെ സാമ്രാജ്യത്വം പാൻ ഇസ്ലാമിസം എന്ന് പേരിട്ടുകൊണ്ട് അവർക്കൊരു അതിനെതിരെ ഒരു പുകമറ സൃഷ്ടിച്ചതുകൊണ്ട് ഇന്നിപ്പോ നമ്മുടെ എല്ലാ ചാനലുകാരും പാൻ ഇസ്ലാമിസത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുക. അത് സാമ്രാജ്യത്വ വിരുദ്ധമായ പ്രസ്ഥാന. ജമാലുദ്ദീൻ അഫ്ഗാനി ഡൽഹിയിൽ വന്ന് പ്രസംഗിച്ചു, നിങ്ങൾ ഇന്ത്യക്കാർ ഇത്ര അധികം ഉണ്ടായിട്ട് ഈ ഇംഗ്ലീഷുകാരുടെ പാദസേവകരായി ജീവിക്കുന്ന നാണമില്ല, നിങ്ങളൊന്ന് പാറ്റി തുപ്പിയിട്ടുണ്ടെങ്കിൽ ആ തുപ്പലിൽ ഒലിച്ചു പോകാൻ മാത്രമല്ല ഇവരുള്ളൂ എന്ന് പറഞ്ഞതായ ആളായി പാൻ ഇസ്ലാമിസത്തിന്റെ വക്താവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചനം യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പേരിന് ഇവരുടെ പിട്ടുകളായ സാമ്രാജ്യത്വത്തിലെ വിടുവേലക്കാരായ ശേഖന്മാർക്കും രാജാക്കന്മാർക്കും അധികാരത്തിന്റെ അത് അങ്ങനെ എല്ലാം കൈമാറി മറ്റെല്ലാ മേഖലയിലും സാമ്രാജ്യത്വത്തിന്റെ നിയന്ത്രണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാമ്രാജ്യത്തിന്റെ അമ്മിയുടെ അടിയിലാണ് ഇപ്പോഴും ഈ ഭരണകൂടങ്ങളുടെ വാൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ജനാധിപത്യ മുന്നേറ്റമായിരുന്നു ഈജിപ്തിലെ ഇദ്ദേഹത്തിന്റെ നേതൃത്വം മഹ്മൂദ് മുർസിയുടെ നേതൃത്വത്തിൽ നടന്നത്. ആ സമരത്തെയാണ് അമേരിക്ക തോക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർദ്ദയം 2500 ആളുകളെ വെടിവെച്ചുകൊണ്ട് പിന്നെ എങ്ങനെ നേതൃത്വം ഉണ്ടായി വരും? ഒരു നേതൃത്വം ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ലെന്ന് മാത്രമല്ല UAE പോലുള്ളതായ സൗദി അറേബ്യ പോലുള്ളതായ ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അമേരിക്ക ആ ജനാധിപത്യത്തെ തകർത്തു കളഞ്ഞു. ഇത്രയും നല്ലതായിരുന്നു.
മുദ്രാവാക്യവുമായിട്ട്, അതായത് അറബ് വസന്തം, മുല്ലപ്പൂ വസന്തം എന്ന് പറഞ്ഞിട്ട് ഒരാളെപ്പോലും കൊല്ലാതെ ജനാധിപത്യത്തിൻ്റെതായ ഒരു കാറ്റ്, വസന്തക്കാറ്റ് അടിച്ചു വീശുമ്പോൾ അതിനെ ആ മുഹമ്മദ് മുർസിയെ പിടിച്ച് ഇപ്പോഴും അത് ജയിലിലാണ്. വളരെ ചെറിയ 5% മാത്രം ഉള്ള ആളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മുർസി ജയിലിലുമാണ്. തീർച്ചയായും ഷിജു ഖാൻ, അങ്ങനെയുണ്ട്. അതായത് ഡെമോക്രസി പുനഃസ്ഥാപിക്കാനാണ് ഇറാഖിലേക്ക് ഇന്നോവേഷൻ നടത്തിയത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വാചകങ്ങൾ, ഒരുപക്ഷെ അതൊക്കെ കപടമാണ് എന്ന് തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഡെമോക്രസി യഥാർത്ഥത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിനെതിരെ നിന്നു. അത്തരം എതിര് നിൽക്കലുകൾക്ക് ആക്കം കൂട്ടുന്നതാവും ട്രംപിന്റെ വരവ്. ഈ ആശങ്കയാണ് ശ്രീ അബ്ദുള്ള മുമ്പോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ 2001 പിന്നെ ബുഷ് ഈ ഭീകരതയ്ക്കെതിരായ ലോകയുദ്ധം എന്ന പേരിൽ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രതീതി നമുക്കറിയാം. അവിടെ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഖജനാവിൽ നിന്ന് 4.4 ലക്ഷം കോടി ഡോളറാണ് ഇതിൻ്റെ ഭാഗമായി ചെലവാക്കിയത്. ഇസ്രായേലിന് ഈ അടുത്ത കാലത്ത് ഒബാമ കൊടുത്തിട്ടുള്ളത് 3800 കോടി ഡോളറിൻ്റെ സൈനിക സഹായമാണ് കരാറിൽ ഒപ്പിട്ടത്. ഓരോ അമേരിക്കൻ നികുതിദായകൻ്റെയും പോക്കറ്റിൽ നിന്ന് $300 വീതം പോവുകയാണ്, കൊടുക്കപ്പെടുകയാണ്. തീർച്ചയായും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന സൈനികമായ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ അമേരിക്ക കൊടുക്കുന്ന സൈനിക പിന്തുണ, ഇത് IS പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാനും വളരാനുമുള്ള ഒരു സാധ്യത ഒരുക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അവിടെ എന്നിട്ട് കുടിയേറ്റക്കാർ പിന്നെ മെക്സിക്കോയിലേക്ക് കടക്കുമ്പോൾ പിന്നെ ട്രംപ് പറയുന്നത് എന്താ, മെക്സിക്കോയിൽ പിന്നീട് മതിൽ കെട്ടി തടയണം. അപ്പൊ മാർപ്പാപ്പ പറഞ്ഞ മറുപടി, ക്രിസ്ത്യാനികൾ മതിൽ കെട്ടി തടയുന്നവരല്ല, പാലം കെട്ടി സ്വീകരിക്കുന്നവരാണ് എന്ന്. തീർച്ചയായും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ കുടിയേറ്റ വിരുദ്ധത യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും വളർന്നു വരുന്ന ഒരു മുസ്ലിം വിരുദ്ധത, അതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ പാരീസ് ആക്രമണത്തിനൊക്കെ ശേഷം ഫ്രാൻസ് പോലെ വളരെ ഡെമോക്രാറ്റിക്കായി, വളരെ ലിബറലായി ചിന്തിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ പോലും ഒരു ഇസ്ലാമോഫോബിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ആശയങ്ങൾ പിന്നീട് അമേരിക്കയിലെ മാത്രമല്ല, അമേരിക്കയുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങളിലെല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുടിയേറ്റക്കാർ വലിയ അസ്വസ്ഥതയോടുകൂടിയാണ് കാണുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ശ്രീ അബ്ദുള്ള ഇവിടെ പറഞ്ഞു, പിന്നെ ശ്രീ രാഹുൽ ഈശ്വറും പറഞ്ഞു മുസ്ലിം നേതാക്കന്മാരുടെ ഒരു അഭാവത്തെക്കുറിച്ച്. ഞാൻ അത്തരം അഭാവത്തെക്കുറിച്ചല്ല ആശങ്കപ്പെടുന്നത്. ഇന്ന് ഈ ലോകത്തെ പലയിടങ്ങളിലും അഭയാർത്ഥികളായി ലക്ഷക്കണക്കിന് മനുഷ്യർ മാറുകയാണ്. അവിടെ ആഭ്യന്തര സംഘർഷമാണ്. ഇപ്പോൾ സിറിയയിൽ, യമനിൽ, ലിബിയയിൽ, ഇറാഖിൽ ആഭ്യന്തര സംഘർഷമാണ്. ആ സംഘർഷത്തിൽ സുന്നിയാണോ ഷിയയാണോ കൊല്ലപ്പെടുന്നതെന്ന് മാത്രമേ പലപ്പോഴും പല ആളുകളും ആലോചിക്കുന്നുള്ളൂ. ഈ ശ്രീ അബ്ദുള്ള ഇവിടെ മുസ്ലിം നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന, അവിടെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ 27-ാം രാവിലെ IS ഭീകരർ നടത്തിയിട്ടുള്ള ആക്രമണമുണ്ട്. അതിൽ 10-40 പേർ കൊല്ലപ്പെട്ടു, കുത്തിയും പിന്നെ വെട്ടിയും കൊന്നു. അബ്ദുള്ളയുടെ നിലപാട് എന്താണ്? ഷെയ്ഖ് ഹസീന അഭിപ്രായം പറഞ്ഞില്ലേ? ഷെയ്ഖ് ഹസീന പറഞ്ഞു എന്ത് ഇസ്ലാമാണിതെന്ന് ശക്തമായി ചോദിച്ചു. സിറിയയിലെ ബഷാറുൽ അസദ് അവിടുത്തെ പിന്നെ ആഭ്യന്തര സംഘർഷത്തിനെതിരെ നിലപാടെടുക്കുന്നു. അവിടുത്തെ പിന്നെ എല്ലാ വിഭാഗവും മതേതരമായി നിൽക്കുന്ന വിഭാഗങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു. ശ്രീ അബ്ദുള്ള നിലപാട് പറയണം. ഇത്തരം രാജ്യങ്ങളിൽ വരുന്ന അത്തരം നിലപാടുകൾ എന്താണ് നിങ്ങളുടെ? തീർച്ചയായും ഓബ്ദുള്ളയിലേക്ക് വരുന്നതിന് ഒരു ചെറിയ ഇടവേള പ്ലീസ്. ഓബ്ദുള്ള ദയവായി നിൽക്കൂ. ശ്രീ ഓബ്ദുള്ളയിലേക്ക് തന്നെ ശ്രീ ഷിജു ഖാൻ മുമ്പോട്ട് വെച്ച പല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നുപോലും എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഞാനിവിടെ ഈ IS-നെ പറ്റി ഞാൻ പരാമർശിക്കുക പോലും ചെയ്തില്ലല്ലോ. അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ള എന്താ പറയേണ്ടത്? എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു മുസ്ലിം നേതാവ് ഉണ്ടാവുന്നില്ല? മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ത്? ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് എന്ത് എന്നതിനെ പറ്റിയുള്ള വിശകലനം നടത്തുന്നത് അതിൽ അബ്ദുള്ളക്ക് എന്താ? ഞാൻ പറയുന്നത്, ഈ IS ഭീകരത എന്ന് പറയുന്നത് ഇതിനുള്ളതായ നമ്മൾ പറയുന്നത് എവറി ആക്ഷൻ ആസ് എ റിയാക്ഷൻ. ഇവിടെ നടന്നതായ ഈ മുസ്ലിം രാജ്യങ്ങളിൽ കാലങ്ങളായി സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന തീർവാഴ്ച, അതിന് ഏറ്റവും ഒടുവിലത്തായ സദ്ദാം ഹുസൈനെ പിടിച്ചു കൊന്നത്, അങ്ങനെ അവിടുത്തെ ഭരണകൂടം അൺസ്റ്റേബിളായി മാറിയത്. അതുപോലെ തന്നെ ലിബിയയിലെ മുഹമ്മദുൽ ഖദ്ദാഫി, എന്തൊക്കെയായാലും ഒരു ലോയലിസ്റ്റിക് കൺട്രിയാണ്. ആ മുഹമ്മദുൽ ഖദ്ദാഫിനെ കൊന്നത് അബദ്ധമായി പോയി എന്ന് ഒബാമ തന്നെ സമ്മതിച്ചു. അതോടുകൂടി അവിടെ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് മധ്യധരനായിലേക്കും അതുപോലെയുള്ള കടലിലേക്കും ചാടി മരിക്കുന്നത്. ഇതൊന്നും എന്നോട് ചോദിച്ച ആൾ കാണുന്നില്ല. ആരാ ഉത്തരവാദി? അബ്ദുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പിന്താകുന്ന ഭരണകൂടങ്ങളാ? അമേരിക്കൻ സാമ്രാജ്യത്വത്തിലെ തീർവാഴ്ചയുടെ ഫലമായിട്ടല്ലേ ഈ കടലിലൂടെ ഇങ്ങനെ ആയിരങ്ങൾ ബോട്ട് മുങ്ങി ചത്തു പൊന്തുന്നത്? അതിനാരാ ഉത്തരവാദി? IS എന്ന് പറയുന്ന സാമ്രാജ്യത്വത്തിലെ കിങ്കരമ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇദ്ദേഹത്തെ നമ്മുടെ ബിൻ ലാദനെ
അവിടെ പാകിസ്ഥാനിലെ ഏതോ ഒരു വീട്ടിനുള്ളിൽ അഭയം പ്രാപിച്ച അദ്ദേഹത്തെ മൂട്ടയെ പോലുള്ള അവരെതിരെ അയച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇവിടെ മൗസിൽ ഇയാള് ഈ അബൂബക്കർ ഖലീഫ എന്ന് പറയുന്ന ആള് പുതിയ ഈ ഭരണാധികാരി, അയാൾ ആ മൗസിലെ പള്ളിയിലുണ്ടായിട്ടും കഴിഞ്ഞ ദിവസം അയാൾക്ക് രക്ഷപ്പെടാൻ അവസരം നൽകിയില്ലേ? എന്നിട്ടിപ്പോ വൃക്ഷം പറയാ അയാൾ രക്ഷപ്പെട്ടു. ആർക്കാൾ പിടിക്കണമെന്ന് വിചാരമുള്ളത്? പിടിക്കൂല. ഈ മിഡിൽ ഈസ്റ്റിലെ ചരിത്രങ്ങളിലെ ചുമരുകളിൽ പതിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ അവസാനത്തെ അവശിഷ്ടവും തുടച്ചു നീക്കുന്നത് വരെ സാമ്രാജ്യത്തെ അവിടെ നിന്ന് വരൂല, തിരിച്ചു പോരൂല. അവിടുത്തെ ജനങ്ങളെ കൊന്നു തീർത്തു പോരാ, അവിടുത്തെ രക്തമൊഴുകി, ആ ഒഴുകലും പോരാ. ചരിത്രങ്ങളുടെ ചുവരുകൾ മായ്ക്കണമെങ്കിൽ ഇതുപോലുള്ളതായ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പിട്ടുകൾ, അവരുടെ പ്രതിഷ്ഠകൾ അവിടെ വേണം. അതുകൊണ്ടല്ലേ അബൂബക്കർ ബഗ്ദാദിനെ കൊല്ലാറുന്നത്. ശ്രീ ഓബ്ദുള്ള ഒരു കാര്യം, 47-ൽ ബാൽഫർ കമ്മീഷന് ചുവട് പിടിച്ച് പലസ്തീൻ എന്ന രാജ്യത്തെ വെട്ടിമുറിച്ച് ഇസ്രയേൽ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ചെയ്തിരുന്ന ഇടപെടലുകളൊക്കെ ഇപ്പോഴും തുടരുന്നു. അതിന്റെ സ്വാഭാവിക അനുരണനങ്ങളാകാം ഇതൊക്കെ. പക്ഷേ അപ്പോഴും അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുകയും ബേസ് കൊടുക്കുകയും ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങൾ തന്നെയല്ലേ? അവർക്ക് യാതൊരു രക്ഷയുമില്ല. താങ്കൾക്ക് അറിഞ്ഞുകൂടെ? അവർക്ക് കൊടുക്കല രക്ഷയില്ല. സൗദി അറേബ്യ സക്കാത്ത് കൊടുക്കുന്നത് ലോകത്ത് നിർമ്മിക്കുന്ന പള്ളികൾക്ക് കാർപ്പറ്റ് വാങ്ങാൻ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. എനിക്കറിയാം. കമ്പനികൾക്ക് പേര് വിവരം കൊടുക്കുന്ന അമേരിക്കയാണ്. യാതൊരു നിലക്കും അവർക്ക് അനങ്ങാനുള്ള സ്വാതന്ത്ര്യം. ഒരു വരി അബ്ദുള്ള സാർ പറഞ്ഞതിന്റെ സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ, അതായത് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ നമുക്ക് മാറ്റിവെച്ചത് കാണാൻ കഴിയില്ല. ഡൊണാൾഡ് ട്രംപ് ഇതിൽ നിന്ന് വ്യത്യാസമാണ്. അതായത് ബുഷിന്റെ ഒരു ഈവിൾ ഇന്റൻഷൻ പല കാര്യങ്ങളും ട്രംപിനില്ല. എത്രയോ സത്യസന്ധമായി തുറന്നു പറയുന്നുണ്ട് ഇറാഖ് വാർ തെറ്റായിപ്പോയി. ഈ ഐസിസിന്റെ ക്രിയേഷന് കാരണം ഹിലരി ക്ലിന്റനും ഒബാമയാണ്. നിങ്ങൾ ഉണ്ടാക്കിയ വാക്യൂം കാരണമാണ് ഐസിസ് ഉണ്ടായെന്ന് പറയാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ സത്യസന്ധതയുള്ള ഒരു ആളാണ്. മാത്രമല്ല കഴിഞ്ഞ 500 വർഷങ്ങളിലെ ചരിത്രം എടുത്താൽ ഈ ജിഹാദ് വേഴ്സസ് ക്രൂസൈഡ് മാറി ഒരു സമാധാനം ഉണ്ടാക്കാൻ ഒരുപക്ഷെ ട്രംപിന് കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു നോക്കൂ. വാസ്കോഡ ഗാമ 1498 ആദ്യം വന്നപ്പോൾ നിങ്ങൾ അറബ് രാജ്യങ്ങളോടും മുസ്ലിങ്ങളോടുള്ള ട്രേഡ് നിർത്തണമെന്നാണ് നമ്മുടെ സാമൂതിരിയോട് പറഞ്ഞത്. അപ്പൊ സാമൂതിരി പറഞ്ഞു എനിക്ക് ലാഭം വേണ്ട, പക്ഷേ ഈ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഭാഗമാണെന്ന്. ആ രീതിയിൽ ഏഷ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്നാ പോയിരിക്കുന്നത്. ഒരുപക്ഷെ ട്രംപ് എന്ന വ്യക്തി ചരിത്രത്തിൽ പ്രാധാന്യം നേടുന്നത് ഒരു പുതിയ സമാധാനം ഉണ്ടാക്കാനും അനാവശ്യമായി ഇസ്രായേലിനെ നിൽക്കുന്ന ഈ ലോബിയുടെയും മൊസാദിന്റെയും ഇൻഫ്ലുവൻസിൽ നിന്ന് വെളിയിൽ വന്നുകൊണ്ട് ഇസ്രായേലിന് സമാധാനപരമായി നിലനിൽക്കുന്നതിനോടൊപ്പം മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാക്കാനും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനും കഴിയുന്ന ഒരു അവസരമാണ്. പുള്ളി ചെയ്യോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യമാണ്. ആ ഒരു അവസരത്തിലേക്കാണ് വരുന്നത്. തീർച്ചയായും കവിരാജ്, എനിക്ക് അജിംഷ, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ചർച്ചകളിലൊക്കെ നമ്മൾ അധികം സംസാരിക്കുന്നത് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനും വാട്ട് വി തിങ്ക് ദ വേൾഡ് ഷുഡ് ബി എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അലക്സാണ്ടറുടെ കാലം മുതൽക്ക് ഈ സാമ്രാജ്യത്വവാദം എന്നുള്ളത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ നാളെ ചൈനയാണെങ്കിലും അത് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. സോ അതെങ്ങനെ ഡീൽ ചെയ്തിട്ട് ഇന്ത്യ ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് 3-4 ഇയേഴ്സ് വാട്ട് ഷുഡ് ബി അവർ സ്ട്രാറ്റജി, ഹൗ ക്യാൻ വി ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ എമർജിംഗ് സിറ്റുവേഷൻ എന്നുള്ളതായിരിക്കണം ഒരു കുറച്ചുകൂടെ. സോ ഇപ്പം ട്രംപ്, പുടിൻ, മോദി അങ്ങനെ ഒരു ആക്സസ് വരാൻ പറ്റുമോ എന്നുള്ളതും അത് ഉപയോഗിച്ചിട്ട് ഗ്ലോബൽ ടെററിസത്തിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഇപ്പം പാകിസ്ഥാനിലെ കേസ് ആണെങ്കിൽ ഐസിസിന്റെ കേസ് ആണെങ്കിൽ റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആ രീതിയിൽ കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക്. പക്ഷേ ശരിയാണ് കവിരാജ് പറഞ്ഞത്, വളരെ ശരിയാണ്. പക്ഷേ ശ്രീ ഓബ്ദുള്ള സൂചിപ്പിച്ച ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഈ കൂട്ടുകെട്ടോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോ അനിശ്ചിതത്വങ്ങളും ഓയിൽ പൊളിറ്റിക്സിന് വഴി ലോകത്തെ ബാധിക്കും, പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കും. തീവ്രവാദം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയിലേക്ക് അതിന്റെ മുഴുവൻ റിസീവിംഗ് എൻഡിൽ നിൽക്കുന്നത് ഇന്ത്യ ആയിരിക്കും. അത്തരത്തിൽ ഇതിന്റെ ബൈ പ്രോഡക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ശ്രീ ഓബ്ദുള്ള പറഞ്ഞത്. ഓയിൽ പൊളിറ്റിക്സിൽ സ്പെസിഫിക് ആയിട്ട് ആക്ച്വലി വിത്ത് ഡൊണാൾഡ് ട്രംപ് ആക്ച്വലി ഇന്ത്യ ഇസ് ഗോയിങ് ടു ബെനിഫിറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൾ റിസർവ്സും ട്രഡീഷണൽ നാച്ചുറൽ ഗ്യാസും എല്ലാം റിവൈവ് ചെയ്യാനായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ട്രൈ ചെയ്യുന്നത്. നമ്മളതിന്റെ ബെനിഫിറ്റിനപ്പുറമേ ഒരു വേൾഡ് ബാലൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമോഫോബിയ. അതായത് ബിക്കിനിയും ബുർഖിനിയും വരുമ്പോൾ ബിക്കിനിയാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ ചിഹ്നമെന്ന് ഫ്രാൻസിന്റെ ഒരു വലതുപക്ഷ നേതാവ് പറയുന്നത് നല്ലതല്ല. കാര്യം ബുർഖിനി ആണെങ്കിൽ അത് ധരിക്കാനുള്ള അവകാശം ഒരു മുസ്ലിം സ്ത്രീക്ക് ഫ്രാൻസിൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഗ്ലോബൽ ബാലൻസ്. ഞാൻ LSE ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ചതാണ്. എന്നാണ് പ്രവാചകനെ. അപ്പോൾ അത് സൗദി അറേബ്യയിലോ? അല്ല, സൗദി അറേബ്യ തിരിച്ചു കൊടുക്കണം. അത് വേറെ. ആ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സ്യൂഡോ സെക്കുലർ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന നരേറ്റീവിന് കഴിയില്ല. ഈ പറഞ്ഞ തുർക്കിയില് മുസ്തഫ കമാൽ പാഷ തീവ്ര സെക്കുലറിസം ഉണ്ടാക്കി 98% സുന്നി മുസ്ലിങ്ങളുള്ള രാജ്യത്ത് തലമറച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മതചിഹ്നങ്ങൾ കാട്ടിയാൽ അതിനെതിരെ പെനാൽറ്റി.
ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. ടർക്കിയിലുള്ള കാര്യം ഈ സെക്യുലർ ഫണ്ടമെന്റലിസം, ടർക്ക്, യുവ തുർക്കികൾ എന്ന പേര് പോലും അവിടെയാണ് അല്ല, വന്നത്. പക്ഷേ നമുക്ക് ഈ സെക്യുലർ ഫണ്ടമെന്റലിസത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ഒരു ചിഹ്നങ്ങളും പാടില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗത്തോട് എനിക്ക് വിയോജിപ്പാണ്. അതാണ് ഫ്രാൻസിൽ കാണുന്നത്. ഫണ്ടമെന്റലിസം എന്നുള്ളതല്ല തീവ്ര കുടിയേറ്റ വിരുദ്ധത, തീവ്ര പിന്നെ ദേശീയതാവാദം, ഇതാണ്. അതല്ലാതെ സെക്കുലർ ഫണ്ടമെന്റലിസം എന്ന ഒരു പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം, ഇറാൻ പ്രസിഡന്റ് ശ്രീ ഹസൻ റൂഹാനി യഥാർത്ഥത്തിൽ പരസ്യമായി പ്രകടിപ്പിച്ച ഒരു ആശങ്കയുണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ടയാൾ വരണോ, വളരെ മോശപ്പെട്ടയാൾ വരണോ എന്നുള്ളതാണ് അമേരിക്കൻ ജനത നേരിടുന്ന ഒരു ചോദ്യം. ഇതിൽ ആരാണ് മോശപ്പെട്ടത്, ആരാണ് വളരെ മോശപ്പെട്ടതെന്ന് റൂഹാനി വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ ശ്രീ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ച ഒരു അമിതമായ പ്രതീക്ഷ, അതായത് പിന്നെ ട്രംപിന് മുന്നിൽ പല രാജ്യങ്ങളുമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ, അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് പിന്നെ യുദ്ധോത്സുക നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകും. സത്യത്തിൽ അങ്ങനെ അമിതമായ പ്രതീക്ഷ വെക്കാനുള്ള ഒരു വിശകലനം നമുക്കിപ്പോ നടത്താൻ സാധിക്കും. അബ്ദുള്ള പറഞ്ഞ ഒരു ഒറ്റ കാര്യം, അബ്ദുള്ള ഇവിടെ പറഞ്ഞു, പിന്നീട് ചില രാജ്യങ്ങളെ, ഇപ്പൊ മുസ്ലിം രാജ്യങ്ങൾ എടുത്ത് അവിടെ അമേരിക്കയുമായി സഹകരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു എന്ന് പറയാണ്. അങ്ങനെയാണോ? ലോകത്തെ പല സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റിനെ ചെകുത്താൻ, ഇതാ UN പൊതുസഭയിൽ ചെകുത്താനിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ഇറാന്റെ പ്രസിഡന്റ് ശക്തമായിട്ട് അമേരിക്കയെ എതിരായി നിലപാടെടുക്കുന്നു. എന്തുകൊണ്ട് ഇറാനിൽ ശക്തമായ ഉരുകി ഒലിക്കാത്ത ഒരു രാഷ്ട്രീയമുണ്ട്. അത് മാത്രമല്ല അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയോട് സഹകരിച്ചു പോകുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അത് നിർബന്ധിതരാകുന്നു, ഗതികേട് കൊണ്ടാണെന്നൊന്നും ശ്രീ അബ്ദുള്ള അങ്ങ് പറഞ്ഞു പോകരുത്. യഥാർത്ഥത്തിൽ ലോകത്തെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പലതും ശക്തമായ നിലപാടെടുക്കുന്നു. ചെകുത്താൻ എന്ന് പറഞ്ഞില്ലേ UN പൊതുസഭയിൽ നിന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനെ? അതുപോലെ ഞങ്ങൾ പറയുന്ന ഏഷ്യയിലെ, ആഫ്രിക്കയിലെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് അങ്ങനെ നിലപാട് വളർന്നു വന്നില്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആഭ്യന്തര കലാപങ്ങളിൽ ആഭ്യന്തര സംഘർഷം അമേരിക്ക വളർത്തും. പൊളിറ്റിക്സിനെ പറ്റി പറയുന്ന ആൾക്ക് യാതൊരു ബോധവുമില്ല. എന്റെ ബോധത്തെ അളക്കണ്ട. ഇറാന്റെ രാഷ്ട്രീയം എവിടെ? മിഡിൽ ഈസ്റ്റിലെ ഈ അറബ് രാജ്യങ്ങളുടെ രണ്ടാ. അതെ, നിങ്ങൾക്ക് രണ്ടാണെന്ന് പറയാൻ എളുപ്പമാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഇറാനിലെ രാഷ്ട്രീയം വേറെ, മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. അമേരിക്കയുമായി സഹകരിക്കുന്ന രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങൾ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന നിലപാടെടുക്കണം. അതല്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയാം, അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇത്തരം രാഷ്ട്രങ്ങളിൽ IS ഭീകരത വളരെ, നിങ്ങൾ നോക്കൂ, പല രാഷ്ട്രങ്ങളിൽ, വികസിത ഗൾഫ് രാജ്യങ്ങളുടെ പല ബോർഡറുകളിലും IS അവിടെ വേരുറപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെ അമേരിക്ക പിന്തുണ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ ആയുധം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ കൊടുത്ത ഐഡിയോളജിയാണ്. IS-നെതിരെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രമാണ് തൊട്ടപ്പുറത്തെ ബംഗ്ലാദേശ്. ഞാൻ പറയാം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ധാക്കയിൽ നടന്ന ആക്രമണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തല്ലേ? ഷെയ്ഖ് ഹസീന നിലപാടെടുത്തല്ലോ. ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞില്ല. അങ്ങ് തന്ത്രപരമായി വഴുതി മാറി. ഷെയ്ഖ് ഹസീനയോടുള്ള അങ്ങയുടെ സമീപനം അങ്ങ് മറുപടി പറയണം. അങ്ങ് മറുപടി പറയേണ്ട ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നജീബുള്ളയെ അവിടുത്തെ താലിബാനിസ്റ്റുകൾ തൂക്കിക്കൊന്നതല്ലേ? വേറെ പറയാം, അത് ഇന്ന കൂട്ടത്തിൽ പറയേണ്ടതല്ല. ഇങ്ങനെ നജീബുള്ള അവിടെ അവരെ സോവിയറ്റ് യൂണിയൻ എങ്ങനെ അവിടെ അല്ല, ശ്രീ ഷിജുഖാൻ രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കാനാകില്ല രണ്ടുപേരും ശ്രീ അബ്ദുള്ള പറഞ്ഞോളൂ. അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആൾക്ക് ഈ മിഡിൽ ഈസ്റ്റ് ചരിത്രം അറിഞ്ഞുകൂടാ, തുറന്ന് പല അറിഞ്ഞുകൂടാ. ഇറാന്റെ ചരിത്രവും അതിന്റെ പശ്ചാത്തലവും രാഷ്ട്രീയം ഒന്ന് വേറെ, മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം ഒന്ന് വേറെ. ഇറാൻ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നില്ല, അമേരിക്കയുടെ കീഴിലായിരുന്നില്ല. 79-ന് ശേഷം അതെ, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കീഴിലാണ്. ഇറാൻ, സിറിയ ഫ്രാൻസിന്റെ കീഴിലായിരുന്നു, ലെബനാൻ ഫ്രാൻസിന്റെ കീഴിലായിരുന്നു. മറ്റു രാജ്യങ്ങളാവട്ടെ ഈ തുർക്കിയുടെ കീഴിൽ നിന്ന് നേരെ പോകുന്നത് ബ്രിട്ടന്റെ അധീനതയിലേക്കാണ്. അവര് രാഷ്ട്രീയമായിട്ട് സൈന്യമില്ല, മറ്റ് യാതൊന്നും തന്നെ ഇല്ലാത്തതായ ഒരു നോമാഡ്സ്, അല്ലെങ്കിൽ എന്ത് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് അവര്. അവരുടെ കയ്യിൽ ഒരു ആയുധവും ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അവിടെ വ്യവസായങ്ങളില്ല, മറ്റൊരുത്തിലുള്ള യാതൊന്നുമില്ല. പെട്രോൾ കണ്ടുപിടിക്കുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ്, ബ്രിട്ടീഷ് ഓയിൽ കമ്പനി. ബ്രിട്ടീഷുകാരെയോ പാശ്ചാത്യരെയോ അവിടുന്ന് നിഷ്കാസനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മരുഭൂമിയിലെ മണ്ണ് തിന്ന് ജീവിക്കേണ്ടി വരും. അവരെങ്ങനെ ഇറാനോട് താരതമ്യപ്പെടുത്തുക?
അപ്പൊ അവർക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടേ ഇല്ല. അവർക്ക് പേരിന് ഷെയ്ഖന്മാർക്കുള്ള ഒരു അധികാരം കൊടുത്തു എന്നതല്ലാതെ മിഡിൽ ഈസ്റ്റിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അടുത്ത കാലത്ത് ചില്ലറ സ്വാതന്ത്ര്യം ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈജിപ്തിൽ അത് ശക്തിപ്പെട്ടു വന്നത്. ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെയാണ് വെടിവെച്ച് വന്ന് നശിപ്പിച്ചത്. അതിനുശേഷമാണ് ഈ ഇറാഖിലെ വെസ്റ്റേൺ മോഡൽ ജനാധിപത്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈനെ ഇല്ലാത്ത കളവ് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിലെ മൂന്ന് വാക്കുകളാണ് വെപ്പൺ മാസ് ഡിസ്ട്രക്ഷൻ, 3 വാക്കുകളാണ് ഏറ്റവും കൂടുതൽ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം അത് ചെയ്തിരുന്ന ബുഷ്. ശ്രീ ശിവൻ മോമ, താങ്കളിലേക്ക് എത്താം. ഇവിടെ സംഘർഷം കൂടിപ്പോയത് കൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ പറ്റാതെ ആയിപ്പോയത്. ശ്രീ ശിവൻ മോമ, അതായത് തങ്ങളുടെ സ്റ്റേറ്റ്സുകളിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഭൂമിയിൽ ഒക്കെ എന്താണ് പൂമരത്തണൽ വീണ കൽപ്പാതകളും ബാക്കിയുള്ളിടത്തൊക്കെ സംഘർഷങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ അമേരിക്ക മുമ്പോട്ട് പോകുന്നു. ആ ബ്ലഡിലൂടെയാണ് അമേരിക്ക മുമ്പോട്ട് പോകുന്നത്. കുടിയേറ്റക്കാരടക്കമുള്ളത്, യൂറോപ്പിനെ ഇന്ന് ബാധിക്കുന്ന കുടിയേറ്റക്കാരടക്കമുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ക്ലിന്റൺ ബുഷിലേക്ക് കൈമാറുമ്പോൾ ഉണ്ടായിരുന്ന ട്രില്യൺസ് ഓഫ് ഡോളർ ഇല്ലാതെയായി, ഖജനാവ് കാലിയായത്. ഇങ്ങനെ ഒരുപാട് ദുഷ്ടതകൾ ചെയ്തത് കൊണ്ടാണ്. ഇതൊന്നും വിലയിരുത്തുന്നില്ലേ അമേരിക്കൻ ജനത ആഭ്യന്തരമായി എന്നുകൂടി ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടി വരുന്നു, ചർച്ചയുടെ ബാക്കിയായി. ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോ ഞാൻ ഡിസ്കഷൻ കേൾക്കുകയായിരുന്നു. നമ്മൾ എന്തിനാണ് ഇപ്പോൾ ട്രംപിനെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് നമുക്ക് എന്ത് നേടാം? അദ്ദേഹത്തിന്റെ വിദേശ നിലപാട് എന്തായിരിക്കണം? അതിലൂടെ ലോക സമാധാനം നമുക്ക് എങ്ങനെ കൈവരിക്കാം? അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടാക്കാം? ആ രീതിയിലുള്ള ഒരു ചിന്ത, ഒരു ഡിസ്കഷനിലൂടെ പോകുന്നതും ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഐസിസിനെതിരെ ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല? എന്തിന് നമ്മൾ അമേരിക്കയെ എപ്പോഴും കുറ്റം പറയുന്നു? ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നെങ്കിലും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ ഇന്ത്യയിൽ ഒരുപാട് വർഷം ജീവിച്ചതിന് ശേഷമാണ് ഞാൻ അമേരിക്കയിൽ എത്തിയത്. ഞാൻ ഇപ്പോഴും ഇന്ത്യൻ സിറ്റിസണാണ്. പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഐസിസിനെതിരെ ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല? എല്ലാവരും കൂടി അമേരിക്കയാണ് ഇതിന് ഉത്തരവാദിത്വം. പക്ഷെ അതിന് ചെറിയ കാരണമുണ്ട് ശ്രീ ശിവൻകുമാർ, അതിന് ചെറിയ കാരണമുണ്ട്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ, തെരഞ്ഞെടുക്കുന്നത് ഞാൻ കോട്സിലാണ് പറഞ്ഞത്, സദ്ദാം ഹുസൈൻ എന്ന ഒരു ഭരണാധികാരി അവിടെ നല്ലവണ്ണം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൽ ഇത്രയേറെ സംഘർഷം ഉണ്ടാക്കി. തിക്രത്തിൽ നിന്നാണ് ISIS ആദ്യമായി ഉദയം കൊള്ളുന്നത്. ഒരു നിമിഷം അമേരിക്കയുടെ മുഴുവൻ ഭാഗമായിരുന്ന ഇറാഖിൽ നിന്ന് ഒരു നിമിഷം കൊടിപ്പടയുമായി അങ്ങനെ ISIS-ന് ഉയരാനാകുമോ? അത്തരം സംഘർഷങ്ങളൊക്കെ ലോകത്തെ ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിച്ചു. അതായത് സദ്ദാം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഐസിസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിന് കാരണം അമേരിക്കയാണെന്ന് പറയുന്നു, ശരിയാണ്. അതിന് ഞാനും യോജിക്കുന്നു. ഇറാഖ് വാർ തുടങ്ങേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. സദ്ദാമിനെ നിഗ്രഹിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. തീർച്ചയായും ശ്രീ കവിരാജ്, അതായത് ഒരു നിമിഷം ശ്രീ കവിരാജ്, അങ്ങനെ നമ്മളുടെ മാത്രം കാര്യത്തിലേക്ക്, നമ്മളുടെ നേട്ടം എന്നതിലേക്ക് മാത്രം കാര്യങ്ങളെ ചുരുക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പൊളിറ്റി ആഗ്രഹിക്കുന്നതാകാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ഒരുപക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ത്യക്ക് നേട്ടം എന്നതോടൊപ്പം ലോക സമാധാനം, ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ഇന്ത്യ ബാധിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, സോ അജിംഷ, ഇപ്പൊ നമ്മളിപ്പോ ഈ ചർച്ചയിൽ അധികം രാഷ്ട്രീയപരമായിട്ടുള്ള ആംഗിൾസും അതാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. അത് തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേ ഇതിന്റെ ഒക്കെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ ഗ്ലോബൽ ക്യാഷ് ഫ്ലോസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സോ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓയിലിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ ഇപ്പോൾ നാച്ചുറൽ ഗ്യാസും ഷെയിൽ ഓയിലും ഒക്കെ റിവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപെക്കിന്റെ കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈവൻ ഓയിൽ പ്രൈസ് ഇൻ ഇന്ത്യ വിൽ ഓൾസോ ഗെറ്റ് സ്ലൈറ്റ്ലി ലോവർ. സോ ഇൻകംബന്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. കാരണം ഓയിൽ പ്രൈസ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൈനയിലേക്കുള്ള ഫ്രീ ട്രേഡ്, ഇപ്പം ഭയങ്കര ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് US-ന്. അബൌട്ട് മോർ ദാൻ $350 billion കൂടുതൽ $360 billion ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ചൈനയിലേക്കുള്ള ക്യാഷ് ഫ്ലോ കുറയും. അതുപോലെ തന്നെ ഈ തീവ്രവാദം അതുപോലുള്ള അൺറസ്റ്റുകളൊക്കെ വരുന്നതിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം ഇക്കണോമിക് പ്രോസ്പെറിറ്റി ഇല്ലാതെ വരുന്നതും പല റീജിയൻസിലും there are several reasons, but this is also one of those things. Okay, so അങ്ങനെയുള്ള ഒരു ഇതാണ്. സോ ഇങ്ങനൊരു സർക്കംസ്റ്റൻസിൽ ഇന്ത്യ ഏത് രീതിയിൽ അലൈൻ ചെയ്തിട്ട് ഇന്ത്യക്ക് എങ്ങനെ ബെനിഫിറ്റ് എടുക്കാം എന്നുള്ളതാണ്. അതായത് ചൈനയിലേക്കുള്ള ഫ്ലോ കുറയുമ്പോൾ അത് ഇന്ത്യയിലേക്ക് എങ്ങനെ അത് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുള്ള കാര്യങ്ങൾ. ശിവൻ മോമ പറഞ്ഞോളൂ. ഇന്ന് നമുക്ക് ഇന്ത്യ നേരിടുന്ന
ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്, ലോകത്തിന്റെ 2ാം നിരയിലേക്ക് മുന്നിട്ട് കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന സംഗതി ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്രോസ് ബോർഡർ ടെററിസം. അതിനെതിരെ ഇന്ന് ചൈനയാണ് പാകിസ്ഥാന് ആയുധം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ വടക്കൻ അതിർത്തിയിലുള്ള നുഴഞ്ഞ കയറ്റങ്ങൾ, ചൈന ഇന്ന് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യമായി മാറാനുള്ള ശ്രമം, ഇന്ത്യ അവിടെ ഒറ്റപ്പെടും. അപ്പൊ അതിനെതിരെ ഉപയോഗിക്കുവാൻ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിനെ ഇന്ത്യ ഉപയോഗിക്കുന്നതിൽ ഉപയോഗപ്പെടുത്തണം. അതിന് സഹായകമാകുമോ ട്രംപ്? അതിന് സഹായകമാകുമോ? തീർച്ചയായിട്ടും. ആരെങ്കിലും സഹായകരമെങ്കിൽ ട്രംപ്. ഒരു കാര്യം കൂടെ, ഒരു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ലോകത്തിൽ പല ഭാഗത്തും ഉണ്ട്. പക്ഷെ ഇറാൻ ഇനീഷ്യേറ്റ് ചെയ്തതുപോലെ ഒരു ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ വേണം. അതിന് ലീഡർഷിപ്പ് എടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ. കാര്യം ഈ പല രാജ്യങ്ങളോടും പല തലങ്ങളിൽ ബന്ധമുണ്ട്. ഇറാനും ഇസ്രായേലും പരസ്പരം കൊല്ലാൻ നിൽക്കുക, പക്ഷെ രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ മാത്രമല്ല, പാലസ്തീൻ കുട്ടികളോട് ഏറ്റവും ആദ്യം മുതൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച രാജ്യം നമ്മുടെയാണ്. പക്ഷെ നമ്മൾ ഒരു വശത്ത് ഇസ്രായേലിനെ കഴിഞ്ഞ് 20 വർഷത്താണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ പ്ലെയർ ആയാൻ കിട്ടുന്ന ഒരു വലിയ ചാൻസ്, അത് ഇന്ത്യ ഉപയോഗിക്കണം. ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ ഓബ്ദുള്ള, അങ്ങനെ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഗോൾ കാലിലേക്ക് കിട്ടുന്ന ബാളായി മാറുന്നുണ്ടോ ഈ സാഹചര്യം? ഒപ്പം ട്രംപിന്റെ അവസ്ഥ ഇന്ത്യക്കും മറ്റു ലോകരാജ്യങ്ങൾക്കും എങ്ങനെയാകുമെന്നാണ് താങ്കൾ അവസാനമായി വിലയിരുത്തുന്നത്? ആദ്യത്തെ ചോദ്യത്തിനുള്ളതായ മറുപടി അത് അതിൽ കവിഞ്ഞ പ്രതീക്ഷയാണ്. ഇസ്രായേലിനോടും പിന്നെ അമേരിക്കയോടും അല്ലെങ്കിൽ മുസ്ലിം ലോകത്തോടും ഒരുപോലെയുള്ള ബന്ധമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കില്ല. ഇസ്രായേലിൽ നിന്ന് 80% ആയുധങ്ങൾ വാങ്ങുന്നതായ രാജ്യം ഇന്ത്യയാണ്. ആ ആയുധങ്ങൾ ഇസ്രായേൽ അതുകൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത്, അതിലൂടെ വരുന്നതായ ലാഭം ഉപയോഗിക്കുന്നത് പലസ്തീനി മക്കളെ കൊന്നൊടുക്കാനാണ്. 12 വയസ്സുകാരനായ ഒരു കുട്ടിക്കാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെന്റ് 14 വർഷത്തെ ശിക്ഷ വിധിച്ചത്. അതായത് മനുഷ്യാവകാശ ലംഘനം എന്നതിന്റെ ഒരു മകുടോദാഹരണമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വംശാധിഷ്ഠിതമാണെങ്കിൽ ഏക ജനാധിപത്യ രാജ്യം കൂടിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതാധിഷ്ഠിത ജനാധിപത്യ. ജനാധിപത്യം എന്ന് പേര് പറഞ്ഞ പോലെ അമേരിക്ക പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പോലത്തെ ശുദ്ധ അസംബന്ധ, അത് ജൂതമതത്തിൽ അധിഷ്ഠിതമാണ്. ശനിയാഴ്ച ദിവസം വാഹനങ്ങൾ വരെ ഓടിക്കാൻ പാടില്ല, മതത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി അതൊന്നും ചെയ്യാൻ പാടില്ല. അല്ല, 67 ആ അതിർത്തികൾ പോലും സംരക്ഷിക്കാനാകില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ പലസ്തീനോടുള്ള സംഘർഷം ഒഴിവാക്കാനാകും. ഇന്ത്യക്ക് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേലും ഇന്ത്യയും ഏറെക്കുറെ എല്ലാ കാര്യത്തിലും യോജിച്ച് പ്രവർത്തിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു ഞങ്ങളുടെ ഈ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സക്കാത്ത് എന്ന് പറയുന്ന സക്കാത്ത് കൊടുക്കുന്ന പോലെയുള്ളതായ എന്തെങ്കിലും ചെറിയ സംഭാവന ഇസ്രായേൽ പലസ്തീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു സോപ്പിടുക എന്നത് കവിഞ്ഞ് പലസ്തീൻ ജനതയോട് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആത്മാർത്ഥമായ അതൊന്നും മറക്കരുത്. പലസ്തീൻ ജനതയോട് ആത്മാർത്ഥമായി പഠിക്കാനില്ല. പിന്നെ ശ്രീ ശിവൻ അമേരിക്കയിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നുണ്ടുള്ള തെറ്റിദ്ധാരണയാണ്. ഇന്ത്യയിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്നത് ശ്രീ ശിവൻ അമേരിക്കയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ പിന്നീട് തൊഴിലില്ലായ്മ നിരക്ക് തൊഴിലിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലും നാഗരിക മേഖലയിലും 2.2% കുറഞ്ഞു. ഒരു വർഷം കൊണ്ട് 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഒരു വർഷം കൊണ്ട് ആകെ 1.3 ലക്ഷം പേർക്ക് കൊടുത്തിട്ടുള്ളൂ. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 125ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. വ്യാവസായിക ഉൽപാദനം കുറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും തെറ്റായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വളർച്ചാ നിരക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയുമായി ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ട്രംപിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്ന് എനിക്കറിയില്ല. പിന്നെ തീവ്ര വംശീയതയും പിന്നീട് ദേശീയതാവാദവും
മുന്നോട്ട് വെച്ച ട്രംപിന്റെ നിലപാടിൽ നിന്ന് ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല ഇതൊരു എന്നുള്ളതാണ് എനിക്ക് തീവ്ര ഇടതുവാദമാണ്. ഒരു തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുന്നോട്ട് വന്നിട്ട് ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് എടുക്കാനുള്ള ഒക്കേഷൻ ആണെങ്കിൽ പോലും ദാറ്റ് കംസ് അലോങ് വിത്ത് എ ലോട്ട് ഓഫ് അതർ കാവിയറ്റ്സ്. ഒരുപക്ഷെ ഗ്രൗണ്ട് ട്രൂപ്പിന് അയക്കേണ്ടി വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അമേരിക്കയായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വളരെ വലിയ ഡിസിഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം മിഡിൽ ഈസ്റ്റിലോ ഐസിസ് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി. കാരണം എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? ഒരു വരി കൂടെ അതിൽ ഈ തീവ്ര ഇടതിൽ നിന്നാണ് ഈ വംശവും ദേശവും ഒന്നും ഇല്ല എന്നൊക്കെ ചിന്ത വരുന്നത്. അതൊക്കെ റിയാലിറ്റീസ് ആണ്. ദേശീയത ഒരു റിയാലിറ്റിയാണ്, വംശം ഒരു റിയാലിറ്റിയാണ്. ഇവര് മനുഷ്യത്വം എന്ന് പറയുന്ന ഇടത് മാത്രമാണ്. അതാണ് പറഞ്ഞോട്ടെ ഇവര് മനുഷ്യത്വം എന്ന് പറയുന്ന ഇടത് പരിപ്രേക്ഷ്യത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും സോഷ്യലിസ്റ്റും മാത്രമാണ്. ഈ അവരെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ ഷുഗർ കോട്ട് എന്ന് പറയുന്നതിന്റെ പേരാണ് മനുഷ്യത്വം. പറഞ്ഞോട്ടെ ഇതെല്ലാം റിയാലിറ്റീസ് ആണ്. ആയിക്കോട്ടെ 4 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകൾ ഇറങ്ങിയപ്പോ ഒരു മാർക്സിസ്റ്റുകാരും സംസാരിച്ചില്ല. അതൊന്നും പറയണ്ട. എല്ലാ വിഭാഗത്തിന്റെയും സമാധാനം കാശ്മീരി പണ്ഡിറ്റുകളുടെ വാക്ക് പറയില്ല. എല്ലാ വിഭാഗങ്ങളും പറയൂ. കഴിഞ്ഞ കുറെ കാലമായി കാശ്മീർ പ്രശ്നം മുസ്ലിങ്ങൾ ഓർത്തു വെക്കുക. ഒരു ഗുണം ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ത്യയിൽ ഹിന്ദു വലതുപക്ഷത്തോടും അമേരിക്കയിൽ ക്രിസ്ത്യൻ വലതുപക്ഷത്തോടും ചേരണം. അല്ലാതെ പറഞ്ഞോട്ടെ പേടിയാണ്. വാദഗതി വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവര് പറയുന്നത് തെറ്റാണ്. എനിക്ക് 2 വരി രാഹുലേക്ക് ഇന്ത്യയിലോ ലോകത്തെവിടെയും ബഹളം വെക്കാൻ അറിയാം. ഷിജു അതായത് ഷിജു ഖാൻ പറഞ്ഞത് ഇതാണ്: വംശീയത എല്ലാ ഘട്ടത്തിലും എതിർക്കപ്പെടുന്നവരാണ് തങ്ങളുടെ രാഷ്ട്രീയം. അതാണ് 2 കാര്യങ്ങൾ. ദേശവും വംശവും ഒക്കെ റിയാലിറ്റിയാണ്. വംശങ്ങൾ തമ്മിൽ അടികൂടാതിരുന്നാ മതി, ദേശങ്ങൾ തമ്മിൽ അടികൂടാതിരുന്നാ മതി. വംശവും ദേശവും ഇല്ലാത്തൊരു ലോകം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് നമ്മുടെ മുസ്ലിം സാറുമായുള്ള അഭ്യർത്ഥന, ഇന്ത്യയിലെ മുസ്ലിങ്ങളാണെങ്കിലും ആഗോള മുസ്ലിങ്ങളാണെങ്കിലും ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷത്തോട് കോമൺ ഗ്രൗണ്ട് ഉണ്ടാക്കി നമുക്ക് സൗഹൃദത്തിന്റെ പുതിയ പാതകൾ തേടണം. അമേരിക്കയോട് അതുപോലെ ഒരു ആഗോള മുസ്ലിം നേതാവ് ഉയർന്നു വരണം. തീർച്ചയായും 10 സെക്കൻഡ് ഉണ്ട്. 10 സെക്കൻഡ്. ഈ ദേശവും ദേശീയത എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരുടെ കൂടി വികാരമാണ്. നിലപാടല്ല. നിങ്ങൾ ചരിത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ലോകം ആഗ്രഹിക്കുകയാണ്. സ്റ്റാലിനെയും ഹിറ്റ്ലറിനെ എന്തിനാ താരതമ്യപ്പെടുത്തുന്നത്? സ്റ്റാലിൻ ലോക തീർച്ചയായും കണ്ണീര് നിറയുമ്പോൾ, ബാഷ്പം നിറയുമ്പോഴൊക്കെ ലെനിനെ കുറിച്ച് ഓർക്കുമെന്ന് വയലാർ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ, ഷിജു ഖാൻ, തീർച്ചയായും ശ്രീ ശിവൻ മോമ, അവസാനമായി നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതായത് ട്രംപ് എത്തി, അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഞങ്ങളും കാണുന്നു. ഇനി ഇന്ത്യക്കും ലോകത്തിനും എങ്ങനെയാകും, ഒപ്പം അമേരിക്കയ്ക്കും, അവിടെയുള്ള ശിവൻ മോമ അടക്കമുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥ കൂടി പ്രതിപാദിച്ച് വളരെ ചുരുക്കി പെട്ടെന്ന്. ഓക്കെ, ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം, അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് തികച്ചും ലോക സമാധാനത്തിനെയും നമുക്ക് ഇന്ത്യക്കും അത് എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ ഡൊണാൾഡ് ട്രംപുമായി അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റുമായി ഏത് തലത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ ഒരു റിയാലിറ്റി നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഇന്ന് നിയുക്ത പ്രസിഡന്റാണ്. ജാനുവരി 20 കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും അമേരിക്കയുടെ പ്രസിഡന്റ്. ഇന്ന് നരേന്ദ്രമോദി തുടർന്നു വെച്ച ചില കരാറുകൾ ഒബാമയുമായിട്ട് ഉണ്ട്. ആ കരാറുകൾ $500 ബില്യന്റെ ബൈലാറ്ററൽ ബിസിനസ് റിലേഷൻഷിപ്പ് 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്, അത് കണ്ടിന്യൂ ചെയ്യുക.
അമേരിക്കയാണ് ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഡിഫൻസ് സപ്ലയർ. അതിന്റെ നിലപാടുകൾ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇമിഗ്രേഷൻ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്ക നോക്കിക്കാണുന്നത്. തീർച്ചയായും അത് ശരിയാണ്. പക്ഷേ ആദ്യം ഫാറ്റ് ബോയ് ഇടുകയും പിന്നീട് ലിറ്റിൽ ബോയ് ഇടുകയും എന്നിട്ട് ഭാഷ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ജപ്പാൻകാരെ അധിക്ഷേപിക്കുകയും ചെയ്ത ആ അമേരിക്കയുടെ ഭയമുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ എന്താണ് സ്റ്റാലിനെ കുറിച്ചും മാവോയെ കുറിച്ചും പറഞ്ഞെങ്കിലും US-ന്റെ ആ അതിക്രമത്തെ കുറിച്ച് പറഞ്ഞില്ല. ഒപ്പം എങ്കിൽ പോലും അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയുണ്ടോ ഇനി ഈ ലോകത്തേക്ക് എന്നതാണ്. ഞാൻ ഒരു വാക്ക് കൂടി പറഞ്ഞോട്ടെ, ഒരു വാക്ക്. അമേരിക്ക നോക്കിക്കാണുന്നത് ഇന്ത്യയെ സൗത്ത് ഏഷ്യയിലെ ഒരു പവർഫുൾ ഇന്ത്യ ആയിത്തീരുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ ഇന്ന് രണ്ടാം നിരയിലേക്ക് നമ്മൾ തീർച്ചയായും സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ചർച്ച ഇവിടെ തീരാൻ പറ്റുന്നതല്ല എങ്കിൽ പോലും, പക്ഷേ വിജയിച്ചവൻ അനുകൂലമായി ഒരുപാട് കാവ്യങ്ങൾ ഇനിയും രചിക്കപ്പെടും. പക്ഷേ അപ്പോഴും കണ്ണീരിൽ കുതിർന്നവന്റെ പാദങ്ങൾ കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഉണ്ടായ ഈ മാറ്റം ഏത് വിധത്തിലാകും ലോകത്തെയും ഇന്ത്യയും നയിക്കുമെന്ന് വരും ദിവസങ്ങൾ കാണാം. ഫുൾ സ്റ്റോപ്പില്ല. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.